എന്തുകൊണ്ടാണ് അഭിഷേക് ശർമ്മ കുറെ കാലങ്ങളായി T20 റാങ്കിങ്ങിൽ ഒന്നാമത് തുടരുന്നത് എന്നതിന്റെ പെർഫെക്റ്റ് ഉത്തരമാണ് നമ്മൾ കണ്ടത്. ഏഷ്യ കപ്പിലും ശേഷം ഓസീസിനും ദക്ഷിണാഫ്രിക്കക്കുമെതിരെയുള്ള T20 സീരീസിലും കണ്ട അതേ മികവ് അതിലൊട്ടും കുറയാതെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അഗ്രസീവായി. ആദ്യ പന്ത് മുതൽ വെടിക്കെട്ട്, പവർ പ്ലേ കൃത്യമായി മുതലാക്കി തുടങ്ങുന്നു. പവർ പ്ലേ പിന്നിട്ടാലും വേഗത കുറച്ച് വ്യക്തിഗത നേട്ടങ്ങളിലേക്ക് തിരിയാതെ ഫീൽഡർ പ്ലേസ്മെന്റുകൾ സസൂക്ഷ്മം നിരീക്ഷിച്ച് വെടിക്കെട്ട് തുടരുന്നു. സ്പിൻ പേസ് വ്യത്യാസമില്ലാതെ അടിയോടടി. വെറും കണ്ണും പൂട്ടി അടിയല്ല ഇതെന്ന് താരത്തിന്റെ ഈ കൺസിസ്റ്റൻസി പറയും. അസാധ്യമായ ഫോമിൽ താരം റൺസ് മുന്നോട്ട് ചലിപ്പിക്കുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന താരത്തിന് കിട്ടുന്ന സമയവും സാവകാശവുമുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിന്റെ പ്രഷർ റിലീസർ കൂടിയാണ് ഇപ്പോൾ അഭിഷേക് ശർമ്മ. ന്യൂസിലാൻഡിനെതിരെയുള്ള ആദ്യ T20യിൽ 35 പന്തിൽ നിന്ന് 240 സ്ട്രൈക്ക് റേറ്റിൽ 84 റൺസാണ് അഭിഷേക് നേടിയത്. ഇതിൽ 8 കൂറ്റൻ സിക്സറുകളും 5 ഫോറുകളും ഉൾപ്പെടുന്നു. അർഹിച്ച സെഞ്ചുറിക്ക് കുറച്ചകലെ മടങ്ങിയെങ്കിലും അഭിഷേകിന്റെ അടിത്തറയിലാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഹർദിക് പാണ്ഡ്യയും റിങ്കു സിംഗും അടിച്ചു തകർത്തത്. മത്സരത്തിൽ അഭിഷേക് ഒരു പിടി നാഴികക്കല്ലുകളും പിന്നിട്ടു. 22 പന്തുകളിൽ അർദ്ധ സെഞ്ചുറി പിന്നിട്ട താരം കിവികൾക്കെതിരായ ഇന്ത്യൻ താരത്തിന്റെ വേഗതയേറിയ 50 എന്ന റെക്കോർഡും സ്വന്തം പേരിലാക്കി. T20യിൽ 5000 റൺസും 25 വയസ്സിനിടയിൽ താരം പൂർത്തിയാക്കി. മത്സരത്തിലേക്ക് വരുമ്പോൾ 22 പന്തിൽ ഒരു സിക്സും 4 ഫോറുകളും അടക്കം സൂര്യ നേടിയ 32 വ്യക്തിപരമായി താരത്തിനും ലോകകപ്പിനൊരുങ്ങുന്ന ഇന്ത്യൻ ടീമിനും ആത്മവിശ്വാസം നൽകുന്നതാണ്. പരിക്കേറ്റ് തിരിച്ചെത്തിയ ശേഷം മിന്നും ഫോമിൽ തുടരുന്ന ഹർദിക് 16 പന്തിൽ 25 റൺസ് നേടി ഭേദപ്പെട്ട സംഭാവന നൽകി. അർഹതയുണ്ടായിട്ടും പല സമയത്തും അവസരം കിട്ടാതിരുന്ന റിങ്കു സിംഗ് കിട്ടിയ അവസരം മുതലാക്കിയതും നമ്മൾ കണ്ടു. 20 പന്തിൽ 220 സ്ട്രൈക്ക് റേറ്റിൽ 44 റൺസാണ് റിങ്കു നേടിയത്. 3 സിക്സറും 4 ഫോറുകളും അടക്കമായിരുന്നു ഇന്നിംഗ്സ്. മിച്ചൽ എറിഞ്ഞ അവസാന ഓവറിൽ മാത്രം 21 റൺസ് നേടിയ റിങ്കു ഫിനിഷർ റോളിൽ തന്റെ അർഹത വീണ്ടും തെളിയിച്ചു. ഈ പ്രകടനത്തോടെ താരത്തിന് T20 ലോകകപ്പിലും ഒരു സ്ഥിരം സ്ലോട്ടിന് ചോദ്യമുയർത്താനാകും. മലയാളി താരം സഞ്ജു സാംസണിന് കാര്യമായി തിളങ്ങാനായില്ല എന്നത് സങ്കടകരമാണ്. ഏറെ നാളത്തെ അവഗണനക്കും കാത്തിരിപ്പിനും ശേഷം ഗില്ലിനെ മാറ്റി നിർത്തി കിട്ടിയ അവസരം മുതലാക്കണമായിരുന്നു. എന്നാൽ 7 പന്തിൽ 10 റൺസ് മാത്രം നേടി താരത്തിന് പെട്ടെന്ന് മടങ്ങേണ്ടി വന്നു. വരും കാലങ്ങളിൽ കരുത്ത് തെളിയിച്ച് T20 ലോകകപ്പിന് മികവോടെ ഒരുങ്ങുമെന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു സർപ്രൈസായി എത്തിയ ഇഷാൻ കിഷനും തിളങ്ങാനായില്ല. 8 റൺസാണ് ഇഷാൻ നേടിയത്. നീണ്ട 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് താരം T20 ടീമിൽ തിരിച്ചെത്തുന്നത്. ബാക്കപ്പ് ഓപ്പണറായി ടീമിലെത്തിയ ഇഷാനെ ആഭ്യന്തര ക്രിക്കറ്റിലെ മിന്നും പ്രകടനം കണ്ടാണ് മൂന്നാമനായി ആദ്യ മത്സരത്തിൽ തന്നെ പരിഗണിച്ചത്. T20 ടീമിൽ 3-ാം നമ്പർ സ്പോട്ടുള്ള തിലക് വർമ്മക്ക് പരിക്കേറ്റപ്പോൾ ശ്രേയസ് അയ്യറിനെ പകരം കൊണ്ടുവന്നെങ്കിലും ആദ്യ മത്സരത്തിൽ ഇഷാനെ പരിഗണിക്കുകയായിരുന്നു. അടുത്ത മത്സരങ്ങളിൽ തിളങ്ങിയില്ലെങ്കിൽ കിഷനെ സംബന്ധിച്ച് അതൊരു നിർണായക ഘട്ടമായിരിക്കും. ബൌളിംഗിൽ എല്ലാവരും ആവറേജ് പ്രകടനമാണ് കാഴ്ചവെച്ചത്. ന്യൂസിലാൻഡിന് വേണ്ടി ഗ്ലെൻ ഫിലിപ്സ് കഴിഞ്ഞ മത്സരത്തിലെ സെഞ്ചുറി പ്രകടനം പോലെ തന്നെ മിന്നി. 40 പന്തിൽ 6 സിക്സറും 4 ഫോറുകളും അടക്കം 48 റൺസാണ് ഫിലിപ്സ് നേടിയത്. മിച്ചലും സാന്റ്നറും ചാപ്മാനും റോബിൻസണും എല്ലാം കൂട്ടത്തിൽ പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യ ഉയർത്തിയ വിജയലക്ഷ്യമായ 239 റൺസിന് 48 റൺസ് അകലെ വീണു. അതോടെ 5 മത്സരങ്ങളുള്ള T20 പരമ്പരയിലെ ആദ്യ മത്സര ജയത്തോടെ ഇന്ത്യ ലീഡെടുത്തു. അടുത്തിടെ സമാപിച്ച ഏകദിന പരമ്പരയിലും ഇന്ത്യ ആദ്യ മത്സരം ജയിച്ചെങ്കിലും കിവികൾ തിരിച്ചടിച്ച് പരമ്പര സ്വന്തമാക്കിയിരുന്നു. അതുപോലെ 2-ാം T20യിൽ കിവികളുടെ മറുപടി ഉണ്ടാകുമോ? കാത്തിരുന്നു കാണാം.